നമ്മളുടെ ഒരു പേഴ്സണൽ സന്തോഷം എന്ന് പറയുന്നത് റേഡിയോ മലയാളത്തിന്റെ RJ സൂരജ് അത് രണ്ട് സിനിമകൾ അദ്ദേഹം അഭിനയിച്ചെങ്കിൽ പോലും ഇതിൽ ഒരു നോട്ടബിൾ കഥാപാത്രമായിട്ട് വരുന്നു, പ്രത്യേകിച്ച് മമ്മൂക്കേന്റെ ഒരു സിനിമയിൽ വരുന്നു എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു കോമ്പിനേഷൻ സാധനങ്ങൾ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഒരു ഷൂട്ടിന്റെ സമയത്തുള്ള വിശേഷങ്ങളൊക്കെ നല്ല എനിക്ക് പേഴ്സണലി സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ സൂരജിനെ അറിയാം. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എല്ലാം അറിയാന്നുള്ള വ്യക്തിത്വമാണ്. ആളിവിടെ സെറ്റിൽ ആയിരിക്കുന്നുണ്ടെങ്കിലും മലയാളികൾക്ക് എല്ലാം അറിയാം. പുള്ളി മുമ്പ് ചെയ്തിട്ടിപ്പം ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇദ്ദേഹത്തിന്റെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഈ അനൗൺസ്മെന്റ് പോലെയാണ്. പുള്ളിയുടെ ഫേസ്ബുക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ ഇന്ന സമയത്തിന് ഇത് ഇവിടെ ഉണ്ട്, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പുള്ളി ശ്രദ്ധിക്കുന്നത് ഓരോരോ കാര്യങ്ങൾ. ഞാൻ ഇടയ്ക്ക് മെസ്സഞ്ചറിലൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത് കാണാൻ, ഭയങ്കര രസമാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ചെറിയൊരു പരിചയം നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഈ സെറ്റിലേക്ക് വരുമ്പോഴാണ്, കളങ്കാവലിന്റെ സെറ്റിൽ ഇങ്ങനെ ഒരു സീൻ ചെയ്യാൻ വരുമ്പോഴാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഞാനും വിനായകൻ ചേട്ടനും സൂരജും തമ്മിലുള്ള സീനാണ് അവിടെ എടുത്തിരുന്നത്. ആ ഒരു സീനാണ് പടത്തിലുള്ളത്. അപ്പൊ വരുമ്പോഴത്തേക്കും പുള്ളിയുടെ സംസാരശൈലി എനിക്കറിയാം. ഈ കാസൽ കണ്ണൂരുകാരുടെ ഒരു സ്പീഡും ആ ഒരു ശൈലിയൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ പടത്തിലൊരു നിർണായക സമയത്ത് ഒരു ക്ലൂ തന്ന് നമുക്ക് ഒരു അന്വേഷണത്തിന് വേറൊരു വഴിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു അത്യാവശ്യം വലിയ ഡയലോഗ്സ് ഒക്കെ ഉള്ള, അത്യാവശ്യമല്ല നല്ല ഡയലോഗ്സ് ഉണ്ട്. അതിങ്ങനെ നിൽക്കാതെ പറയണം. പുള്ളി ഇങ്ങനെ വന്നിട്ട് 2 ടേക്കിൽ അതങ്ങ് ഓക്കെ പെടപെട്ടി അടിച്ചങ്ങ് പോകണം. ഞാൻ അപ്പൊ വിചാരിച്ചു വെറുതെ അല്ല ഇയാള്, ഞാൻ ഈ റേഡിയോയിൽ മാത്രമായിരിക്കും ഇങ്ങനെ കൊണ്ടുവന്ന്. പുള്ളി ഗംഭീരമായിട്ട് അത് ചെയ്തു, ഭയങ്കര രസമായിട്ട്. അത് എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാര്യം അത് ഏകദേശം എനിക്ക് തോന്നുന്നു ചാർട്ട് ചെയ്ത് ഉച്ചവരെ കണ്ട് എടുത്ത് വെച്ചിരുന്ന സാധനമാണ്. പെട്ടെന്ന് തീരൂരാന്നൊരു ഉറപ്പുണ്ട്. അമ്മാതിരി ഡയലോഗ് ഉണ്ട്, കെട്ട് പോണം. ഇയാള് വന്നിട്ട് ഇതൊക്കെ അതെ കാക്കവാത്തെന്നുള്ള രീതിയിൽ നമ്മുടെ അങ്ങനെ പറയേണ്ടി വരും. ആ ലെവലിൽ അടിച്ചങ്ങ് പോയി. ഭയങ്കര രസം. ആ ഒരു ഫീലിൽ തന്നെ പറയും, ഭയങ്കര രസമായിട്ട്. അപ്പൊ ഞാൻ പുള്ളി ശ്രദ്ധിച്ചു, പുള്ളി കൊള്ളാം, രസമുണ്ട് പറയുന്നതൊക്കെ ഒരു നല്ല നന്നായിട്ട് എക്സ്പ്രസ് ചെയ്ത് അതെ, വളരെ സന്തോഷം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ സത്യത്തിൽ കളിയാക്കാറും ട്രോളാറും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് വലിയൊരു അംഗീകാരമാണ് കേട്ടോ, വലിയൊരു സംഭവമാണ്. കാരണം നല്ലൊരു നിങ്ങളെപ്പോലെ ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളിൽ നിന്ന് ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, നേരത്തെ നമ്മളുടെ ജിബിൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രമുഖ നടൻ, അതായത് ഉച്ചവരെ സമയമെടുക്കും എന്ന് വിചാരിച്ച സംഭവം മണിക്കൂറുകൾ കൊണ്ട് തീർത്ത് സെറ്റിനെ മുഴുവൻ കൈയടിപ്പിച്ച് അത്ഭുതപ്പെടുത്തിയ ആ നടൻ നമ്മളുടെ മുമ്പിലേക്ക് ജോയിൻ ചെയ്യുന്നു, മിസ്റ്റർ സൂരജ്. ഇതാണ് ഞാന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും അപമാനം മാത്രമേ എനിക്ക് ലഭിക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇത്രയൊക്കെ കുറച്ചുള്ള ലെവല് കേട്ടോ. ഇല്ലാത്ത സമയത്ത് അല്ലല്ലേ ഇതിൽ അപമാനമൊന്നുമില്ല. ഞാൻ എന്റെ അനുഭവം ഞങ്ങളുടെ സ്ഥായി ഭാവം അപമാനം ആയിക്കോട്ടെ. പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടെ വന്നിരുന്നിട്ട് സൂരജിനെ പ്രത്യേകിച്ച് പൊക്കി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ നിങ്ങളെ എന്തെന്ന് ഈ സിനിമയുടെ അവസ്ഥയൊക്കെ അറിയുന്നതിന് മുന്നേ ഞാൻ മെസ്സേജ് ചെയ്തു. ഞാൻ ഫസ്റ്റ് കട്ട് കണ്ടു, സൂരജ് ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്തിട്ടുള്ള ഈ മനുഷ്യരാണ്. അതായത് ഞാൻ ഇന്നലെ മറ്റേ ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മള് മുമ്പ് സിനിമകൾ അഭിനയിച്ചതിന്റെ എക്സ്പീരിയൻസ് 1-2 സിനിമകളിൽ തല കാണിച്ചല്ലോ. അപ്പൊ അന്നേരമൊക്കെ ആ സെറ്റിൽ നിന്നും നമുക്ക് ആളുകളുമായിട്ട് ഭയങ്കര ബന്ധം തോന്നും. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് പാലുംപഴം മൂവി ഞാൻ ഇന്നലെ പറഞ്ഞു. പാലുംപഴം മൂവിയില് മീര ജാസ്മിൻ എന്നോട് ക്രഷ് തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് എന്നെ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കുകയോ ഒരു കള്ളനോട്ടൊക്കെ ഉള്ളത്. അപ്പൊ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുള്ള ഇടവേളകളിലും ചേച്ചി എന്നോട് സംസാരിക്കാനൊക്കെ വരുമ്പോ ഞാൻ ഇനി ഇവർക്ക് ശരിക്കും ക്രഷ് തോന്നുന്നു അങ്ങനെ ഞാൻ ചിന്തിച്ചു. ഞാൻ ഇടയ്ക്ക് ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിംഗ് ഒക്കെ അയക്കുമായിരുന്നു. പടം കഴിഞ്ഞതിന് ശേഷം പിന്നെ മൈൻഡൊന്നുമില്ല. ആ പടത്തിന്റെ സമയത്തുള്ള സൗഹൃദം ഉള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ തന്നെ ഈ പടത്തിലേക്ക് അന്നേരം ഞാൻ പഠിച്ചു. അത് ഈ പടത്തിലേക്ക് വരുമ്പോൾ ഞാൻ ചിന്തിച്ചെന്താ, ഈ സിനിമയുടെ സെറ്റിൽ അന്നേരം ഇടപെടുന്ന ആളുകളുമായിട്ടുള്ള ബന്ധം കുറച്ച് പുസ്തകമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ മനുഷ്യൻ ഞെട്ടിച്ചളഞ്ഞ് നമ്മൾ പിന്നെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. ഒരു ആക്ടർ ആയാലും ഒരു ക്രിയേറ്റർ ആയാലും ആരും അങ്ങോട്ട് മെസ്സേജ് ബുദ്ധിമുട്ടിക്കുന്നു. പക്ഷെ ഇദ്ദേഹം ഓരോ സ്റ്റോറി ഞാൻ എന്തെങ്കിലും സ്റ്റാറ്റസ് ഇടുമ്പോഴൊക്കെ ബ്രോ ഇങ്ങോട്ട് മെസ്സേജ് അയക്കും. പടം പിന്നെ പുള്ളി സീൻ കണ്ടതിന് ശേഷം തീയാണെട്ടാ, കത്തിച്ചിട്ടുണ്ട് കേട്ടാ, എത്ര മെസ്സേജാ പറയാം. ഞാൻ നിങ്ങൾ ഓവറാക്കല്ലേ, നിങ്ങളിങ്ങനെ പൊക്കി പറയല്ലേ. ആകെ 1.5 മിനിറ്റുള്ള സീനുകളിൽ എനിക്ക് അതിന് 30 തന്ന ബൂസ്റ്റ് എന്റെ പൊന്നോ. അപ്പൊ അങ്ങനെ സിനിമയിൽ നിന്ന് എനിക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് പറയാം, ആദ്യമായിട്ട് കിട്ടിയ ഒരു അടുത്തൊരു സുഹൃത്ത് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. ഇപ്പോഴും എല്ലാ ദിവസവും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന, എല്ലാ ദിവസവും കണക്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരേ ഒരു മനുഷ്യന് ഇദ്ദേഹമേ ഉള്ളൂ. ഇതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ സൂരജ് ഇപ്പൊ ഈ ഒരു സിനിമയുടെ ഭാഗമായിട്ട് മമ്മൂക്കേന്റെ സിനിമയിൽ അഭിനയിക്കുകയാണ്. ഇപ്പൊ ഇതിനു മുമ്പ് ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തെങ്കിലും മമ്മൂക്കേന്റെ സിനിമയിൽ ഒരു വേഷം ചെയ്യുകയും അവിടെ പെട്ടെന്ന് അതൊരു കുറഞ്ഞ സമയം കൊണ്ട് അത് പൂർത്തിയാക്കി ഭയങ്കര സംഭവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇതിപ്പം 9 ആകുമ്പോഴേക്കും എന്റെ പരിപാടി ഒഫീഷ്യൽ ഇന്റർവ്യൂ. അപ്പൊ അതിന് എങ്ങനെ സാധിച്ചു ഇതൊക്കെ? എന്താ അതിന് എന്റെ ഈ കഴിവ് എന്റെ സീരിയസ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഷൂട്ട് ചെയ്തെടുത്തോട്ടോ. ബോൺ ആക്ടേഴ്സ് ബോൺ ആക്ടേഴ്സ്. അതായത് ഇത്
സംഭവം വൈകുന്നേരം ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, ഖത്തറിന്ന് നാട്ടിലേക്ക് അഭിനയിക്കാനായിട്ട് പോകണം. രാവിലെ 6 മണിക്ക് ലാൻഡ് ചെയ്യേണ്ട ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ട് 6:45 ഇറങ്ങുന്നത്, 7 മണിക്ക് സെറ്റിലെത്തണം. അപ്പൊ ഒരു രക്ഷയില്ല. ഞാൻ നേരെ പല്ല് തേക്ക് കൂടി ചെയ്യാണ്ടാണ് നേരെ സെറ്റിലേക്ക് പോണത്. അതറിയാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം അവസാനിപ്പിച്ചതാണോ? വളരെ കറക്റ്റ് ആയിട്ട് അത് സത്യമാണ്. അത്രയും ഫാസ്റ്റ് ആയിട്ട് മറ്റൊന്ന് കുളിച്ചിട്ട് പോലും ഇല്ല. ഇവിടുന്ന് വന്ന് അതേപോലെ അങ്ങോട്ടേക്ക് പാഞ്ഞ് വന്ന് 7 മണിക്ക് സെറ്റിലെത്തേണ്ട ഞാൻ 7:30ക്കാണ് സെറ്റിലെത്തുന്നത്. അപ്പൊ തന്നെ പെട്ടെന്ന് മേക്കപ്പ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാം പടപടേതാണ്. സ്ക്രിപ്റ്റ് ഇവിടുന്ന് തലേ ദിവസം തന്നെ നോക്കിയിട്ടുള്ള സാധനമുണ്ട്, കുറച്ച് ഡയലോഗുകളുണ്ട്. പിന്നെ നോക്കുമ്പോൾ വിനായകൻ ചേട്ടൻ വരുന്നു. വിനായകൻ ചേട്ടൻ പുറത്തൊരു തോർത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇതായിട്ട് വരുന്നു. പുള്ളിക്കാരൻ ഇരുന്ന് സംസാരിക്കുന്നു, അപ്പുറത്തിപ്പുറത്തൊക്കെ നോക്കുന്നു. അതിനുശേഷം ഷൂട്ട് തുടങ്ങി. 8 മണിയാകുമ്പോഴേക്ക് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഷൂട്ട് തുടങ്ങി ഈ ഡയലോഗ്, ഇത് ജിതിൻ ഡയറക്ടറുടെ ഒരു വലിയൊരു നന്ദി പറയേണ്ട ഒരു ഘടകം എന്താ വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഈ ഡയലോഗുകൾ അതുപോലെ പറയണം എന്നുള്ള നിർബന്ധമുള്ള ആളല്ല. സിറ്റുവേഷനാണ്. ആ സിറ്റുവേഷനിൽ അവര് തന്നേക്കുന്ന ഡയലോഗ് നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യാം, അത് കുഴപ്പമില്ല. പിന്നെ ഈ ഒരു സിനിമയിൽ ഒരു കാര്യമുണ്ട്, ഞാൻ ചെയ്തേക്കുന്ന ക്യാരക്ടർ ബേസിക്കലി തിരുവനന്തപുരം ടൈപ്പ് ആളാണ് വേണ്ടത്. പക്ഷെ എന്റെ ലാംഗ്വേജ് തിരുവനന്തപുരം ആകുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് മുന്നേ ഒരു ഡയലോഗ് ഇട്ടു, അവനങ്ങ് വടക്കുന്നെങ്ങാനും വന്നിട്ട് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തരാണെന്ന് പറഞ്ഞു. ഈ ഡൗട്ട് ഞാനായിട്ട് കൊടുത്തത് നല്ലതായിരിക്കും. അപ്പൊ അതോടെ എന്തായി, അതോടെ എനിക്ക് കണ്ണൂർ ലാംഗ്വേജ് പറയാൻ സേഫായി. അപ്പൊ അങ്ങനെയാണ് ആ ഒരു സീനിൽ ചെയ്യാൻ വരുന്നു. നേരെ മുമ്പിൽ വിനായകൻ ചേട്ടൻ വരുന്നു. വിനായകൻ ചേട്ടൻ എന്താ ഡയലോഗ് എന്നുള്ളതൊന്നും പുള്ളി അന്നേരം നോക്കി വെച്ചില്ല. പുള്ളി ഞാൻ ഇങ്ങനെ ഈ ഡയലോഗുകൾ ഇങ്ങനെ പറയാണ്, സാറേ പണ്ട് കുറച്ച് ഉടായ്പൊക്കെ ഉണ്ടായിരുന്നു ഒക്കെയുള്ള സാധനങ്ങൾ പറയാണ്. ആ പറയുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇപ്പുറത്തുനിന്ന് ഇങ്ങനെ ആക്കുക. അതായത് പുള്ളിക്ക് എന്താ ഡയലോഗ് എന്ന് എന്താ അറിയാം. പുള്ളിയുടെ ക്യാരക്ടർ വരുമ്പോഴേക്ക് അതായി മാറുക. അപ്പൊ ആ സമയത്ത് പുള്ളി ഒരു നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ട് നിന്നു. 2-3 ടേക്കല്ലേ എടുത്തുള്ളൂ മാക്സിമം. അത് പല ആംഗിളിൽ 1.5 മണിക്കൂറിൽ ഒരു വലിയ സീൻ അങ്ങ് തീർത്തു. അടിപൊളി അടിപൊളി. ഭയങ്കര സംഭവം, വേറെ ലെവൽ സംഭവം. എനിക്ക് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഞാൻ പുള്ളിയോട് പിന്നെ വിളിച്ചിട്ട് പറഞ്ഞത്. അത് ഭയങ്കര നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു അറപ്പോ വെറുപ്പോ ഒന്നുമില്ല അതില്. ഭയങ്കര കൂളാ പുള്ളി. അടിപൊളി അടിപൊളി. മമ്മൂക്ക ചേർത്ത് പിടിച്ച ആളുകളൊക്കെ പിന്നീട് വലിയ സംഭവമായിട്ടുള്ളൂ. അതായത് മമ്മൂക്ക ചേർത്ത് പിടിച്ച ആളുകൾ ഇപ്പോ ഈ പറഞ്ഞ 4ാമത്തെ സിനിമയിലാണ് മമ്മൂക്കന്റെ കൂടെ അഭിനയിക്കുന്നത്. മമ്മൂക്ക നോട്ട് ചെയ്യുന്നു, വീണ്ടും ആ കഥാപാത്രങ്ങളിലേക്ക് എത്തുന്നു. അപ്പോ അത് ഇനി അങ്ങോട്ടേക്ക് ഒരു വെച്ചൊരു കയറ്റമായിരിക്കും. ആൻഡ് ഈ അടുത്തിടയ്ക്ക് സൂരജിനെയും ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് അതിനെ പറ്റിയിട്ട് പുള്ളി പറയുമ്പോ ഇത് നമ്മളിപ്പോ പലപ്പോഴും പല താരങ്ങളും സൂപ്പർ സ്റ്റാർസിന്റെ കൂടെയൊക്കെ നിൽക്കുന്ന സമയത്ത് അമ്മന്റെ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ പറയുമ്പോ ഇത് മാത്രമൊക്കെ ഉണ്ടോ നമ്മളിങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ ഉണ്ടല്ലോ, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരാള് നമ്മളെ വിളിച്ചിട്ട് അടുത്ത് നിർത്തിയിട്ട് സംസാരിക്കുമ്പോ നമ്മൾ ഒരു ഫുള്ളി നെർവസ് ആയിപ്പോ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയോ ചേഞ്ചസ് സംഭവിക്കും. ലിറ്ററലി നമുക്ക് സംസാരിക്കുന്നതിന് ഏത് സ്ഥലത്ത് നിങ്ങൾ സംസാരിക്കുന്നതിന് മുട്ടില്ലല്ലോ, ഒരു വാക്കിനൊരു ബുദ്ധിമുട്ടുണ്ടാവുക. എനിക്ക് അന്നത്തെ ദിവസം ആ അടുത്ത് നിന്ന സമയത്ത് എനിക്ക് ഞാൻ ഒരുപാട് പ്രസംഗമൊക്കെ പ്രിപ്പയർ ചെയ്തു, ഒന്നും പറയാൻ പറ്റിയില്ല. മൂപ്പര അവിടെ ചെന്നപ്പോ തന്നെ മമ്മൂക്ക പറഞ്ഞത് ഖത്തറിൽ 3 റേഡിയോ ഉള്ളവരാണ്. ഏത് റേഡിയോ ഇതിലെന്താ മറുപടി പറയാ എന്നാലോചിച്ചപ്പോഴേക്കും എല്ലാം പോയി. പിന്നെ പുള്ളി അടുത്ത് നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പകുതി മുക്കാലും ഇല്ലാണ്ടാവും. അതൊക്കെ അറ്റവും മൂലയൊക്കെ ഇങ്ങനെ വരും. അന്നേരം പിടിച്ചിട്ട് കുറച്ച് പറയുന്നുള്ളതല്ലാണ്ട് വരുന്നു. പക്ഷെ അതാണ് ഏറ്റവും ഭംഗി സൂരജ്. നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നതല്ല, ആ മൊമെന്റില് ആ ലൈവായിട്ട് സംഭവിക്കുന്നതിനാണ് ഏറ്റവും. താങ്ക്സ് പറയാനൊക്കെ വിചാരിക്കുമല്ലോ, ഇതെല്ലാം മറന്നുപോകും. ഇതെല്ലാം വിചാരിച്ചിട്ട് പടത്തിലെ മമ്മൂക്കിയും വേറെ തന്നെ, ഇപ്പൊ ഈ ഒരു പ്രസ് മീറ്റിലെ മമ്മൂക്കിയും എന്റെ ഒരാളെ വിട്ടിട്ടില്ല. ഈ പടത്തില് അഭിനയിച്ചത്, അതിന്റെ ബാക്ക് ക്രൂവില് പ്രവർത്തിച്ചത്, കോസ്റ്റ്യൂം ഡിസൈനർ, എന്തിന് അവിടെ വന്നേക്കുന്നതിൽ ഈ പടമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളെ പോലും നമുക്ക് വിട്ടിട്ടില്ല. അത്രയും നേരം പുള്ളി സ്റ്റേജിൽ നിന്ന് ഓരോരുത്തരെയും വിളിച്ച് ഓരോരുത്തർക്കും ഭയങ്കര ഇൻട്രൊഡക്ഷനാണ് കൊടുക്കുന്നത്. ഓരോരുത്തർക്കും മറ്റേ ആഷിക്കിനൊക്കെ കിട്ടിയ സംഭവം ഇവനാണ്. അങ്ങനെ ഓരോ ആളെ പറ്റിയിട്ടും അദ്ദേഹം എടുത്തെടുത്ത് പറയാണ്. പിന്നെ ക്യാമറമാനെ പറ്റിയിട്ട്, പിന്നെ അസിസ്റ്റന്റ് ക്യാമറമാനെ പറ്റിയിട്ട്, അസോസിയേറ്റിനെ പറ്റിയിട്ട്, ഓരോ ആൾക്ക് വേണ്ടിയിട്ടും 2-3 മിനിറ്റ് സ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആയത്. ഈ പറയുന്ന ഓരോ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും മമ്മൂക്ക അടുത്ത് നിർത്തിയിട്ട് അവരെ പറ്റിയിട്ട് 2 വാക്ക് പറയാൻ എടുത്ത ആ 2 മിനിറ്റ് എന്ന് പറയുന്നത് അവരുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അതാണ് അവരുടെ കുടുംബം, അവർ ഇത്ര കാലം സിനിമയിൽ വർക്ക് ചെയ്യുന്നു. ഈ ഒരു മൊമെന്റ് കാണുന്ന അവരുടെ നാട്ടുകാര്, അവരുടെ ഫാമിലി, അവരൊക്കെ അത്ഭുതപ്പെടൂലേ, മമ്മൂക്കയല്ലേ നമ്മളെ ഇവനെ ചേർത്ത് നിർത്തിയിട്ട് പറയുന്നത്. അത് ഭയങ്കര സംഭവം. അത് മമ്മൂക്ക ചെയ്തത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തുള്ള ഒരു കാര്യമാണ്. ഇതിൽ വേറൊരു കാര്യമുണ്ട്. അപ്പൊ അദ്ദേഹം ഈ സിനിമയിലെ എല്ലാവരെയും ആ ഒരു
ശ്രദ്ധ കൊടുത്തൊന്ന് ആലോചിച്ച് നോക്ക്. സാറിന് വേണമെങ്കിൽ കൂടെ അഭിനയിക്കുന്നവരെ അവരെ മാത്രം അങ്ങനെ ചിന്തിച്ച് വിടാമായിരുന്നു, അല്ലെങ്കിൽ അവരെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇതിലെ ഓരോ ആൾക്കാരെയും വിളിച്ച് അപ്പൊ അത്രയും കീനായിട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, ഓരോരുത്തരെയും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രേറ്റ്നെസ് ആണ്. ഏതാണ്ട് 2 മണിക്കൂറോ 3 മണിക്കൂറോ അത്രയും നേരം അതിലെല്ലാം എല്ലാ വീഡിയോസും ഭയങ്കര ഇവിടെ പറഞ്ഞ ജിബിൻ ആൻഡ് മമ്മൂക്ക മൊമെന്റ് ഇപ്പൊ വീഡിയോ കണ്ടേ ഉള്ളൂ നൈസ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ്. ആൻഡ് ഇന്നലെ ഏഷ്യൻ ടൗണിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പടമൊക്കെ ഗംഭീരമാണ്. സിയാദിന്റെ മെസ്സേജ് ഉണ്ട്, താങ്ക്സ് പറഞ്ഞേക്കുക. ആൻഡ് അമലിന്റെ മെസ്സേജ് ഉണ്ട്. അങ്ങനെയുള്ള മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. ജിബിൻ ടോക്കൽ അതേ എന്റെ ഫെയിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ആളെയാണ് അതിൽ. അല്ല, ഇന്നലെ പുള്ളി തന്നെ പറഞ്ഞില്ലേ ഖത്തറിന്റെ ഷാറുഖ് ഖാൻ എന്നറിയപ്പെടുന്ന സൂരജ് എന്ന് ഭയങ്കര ക്ലാപ്പായിരുന്നു. ഞാനും ഷാറുഖ് ഖാനും ഒരുപോലെയാണ്. വർഷത്തിലൊരു പടം അഭിനയിക്കാറുണ്ട്. ഈ വർഷത്തെ റിലീസാ, അത് 5 വർഷം വേറെ റിലീസായിരുന്നു. അതിനൊപ്പത്തെ വർഷം വേറെ ഖത്തറിന്റെ ഷാറുഖ് ഖാൻ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനും രണ്ടുപേരും ഒരുപോലെ. ആരാ പറഞ്ഞത്? അത് ഞാൻ തന്നെയാണ്. ഞാനും ഷാരൂഖ് ഖാനൊക്കെ വർഷത്തിൽ എന്തായാലും വളരെയധികം സന്തോഷം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ കളങ്കാവൽ എന്ന് പറയുന്ന മൂവി ഞങ്ങള് എനിക്ക് ഇന്നലെ പടം കാണാൻ പറ്റിയില്ല. നമ്മൾ ഇന്നലെ ഹൃദയം പ്രോഗ്രാം പരിപാടിയൊക്കെ ആയിട്ട് തിരക്കായിരുന്നു. അപ്പൊ ഇന്നാണ് പടം കാണാൻ പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ നമ്മളുടെ സൂരജ് ഈ ഒരു സിനിമയിലുണ്ട് എന്നുള്ളത് നമുക്ക് പേഴ്സണലി ഉള്ള ഒരു വലിയ സന്തോഷം. റേഡിയോ മലയാളത്തിന്റെ സമയത്തോളമുള്ള വലിയൊരു സന്തോഷം അത് തന്നെയാണ്. പിന്നെ മമ്മൂക്ക ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹത്തിന് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുള്ള സന്തോഷം. ഈ ഒരു സംഭവം ഖത്തറിലുള്ള എല്ലാവരും ഒരേപോലെ തന്നെ ഈ ഒരു പടം ഏറ്റെടുക്കുന്നു. ഇപ്പോ ഇന്നലെ മുതൽ വമ്പൻ അഭിപ്രായങ്ങൾ വരുന്നു. ഒരു ദിവസം മാത്രം UAE അഡ്മിറ്റ്സ് 86,000 ആണ്. ഒറ്റ ദിവസം 86,000 ആൾക്കാർ. ഇനീഷ്യൽ 14 കോടിക്ക് മുകളിലിട്ട് പോയി തോന്നുന്നു. ഇതാണ് ഇന്നത്തെ ദിവസം അതിന്റെ എത്രയോ മടങ്ങ് വരാനുള്ള സാധ്യതയുണ്ട്. ഓൾമോസ്റ്റ് മിഡിൽ ഈസ്റ്റില് ഈ പടം ഇപ്പോഴത്തെ ഒരു ഫ്ലോ പ്രകാരം മോർ ദാൻ ഒരു 500,000 ആൾക്കാർ കാണാനുള്ള വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ലെവലിലേക്ക് പോകുന്ന കാത്തിരിക്കായിരുന്നു. ആൾക്കാർ അത്ര കൊതിച്ച് കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ ഒരു സാറിന്റെ ഒരു ഇങ്ങനെ എല്ലാരും ഉണർത്തുന്ന ഒരു പടം വരണമെന്ന് കാത്തിരിക്കുകയായിരുന്നു. അത് വന്നു. അത് പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ. ഞാനിത് ഷൂട്ടിൽ നിൽക്കുന്ന സമയം തൊട്ട് എന്റെ മനസ്സ് പറഞ്ഞാണ് ഇത് അടിക്കും മോനെ എന്നുള്ളത്. ഞാൻ എന്നിട്ട് ഇപ്പൊ ഞാൻ വേറെ DSCയുടെ ഉൾപ്പെടെ പ്രൊമോഷന് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചായിരുന്നു ഈ കളങ്കാവലിനെ പറ്റി. അപ്പോഴും ഞാൻ പറഞ്ഞു ഇത് മമ്മൂക്ക വേറെ ലെവൽ എന്ന് നോക്കിക്കോ എന്ന് പറയുമ്പോ പലരും പറഞ്ഞു തള്ളി മറിക്കലാന്ന്. ഒരു തള്ളി മറിക്കലും അനുഭവിച്ചാണ് നേരിട്ട്. അതുകൊണ്ട് അങ്ങനെ പറയുന്നതും പറയട്ടെ, അത് തെളിയിച്ചു തിയേറ്ററില്. തീർച്ചയായിട്ടും എനിക്ക് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ എന്ന് അദ്ദേഹം പലപ്പോഴും പണ്ടത്തെ അദ്ദേഹത്തിന്റെ വർഷങ്ങളുടെ മുമ്പിൽ ഉള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ട് എനിക്ക് നടൻ എന്ന് പറയുന്നത് കേൾക്കാനാണ് ഇഷ്ടം എന്നുള്ളത്. അതിന്റെ പോലും ഇപ്പോഴും അത് പ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി ചെയ്ത സിനിമകളൊന്നും കൊമേഴ്ഷ്യൽ പടങ്ങളല്ല. ഇപ്പൊ ഈ പടം ഒന്നും ചിലപ്പോൾ കൊമേഴ്ഷ്യൽ സക്സസ് ആവാൻ സാധ്യതയില്ലാത്ത പടം. ഇത് കൊമേഴ്ഷ്യൽ സക്സസും ആവുന്നു എന്നുള്ളതാണ്. ഇത് കലാമൂല്യമുള്ള ചിത്രം എടുത്തിട്ട് അതിനെ കൊമേഴ്ഷ്യൽ സക്സസ് ആക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഇന്നിപ്പോ ജിതിൻ തന്നെ പറഞ്ഞു, ഡയറക്ടർ ജിതിന് മെസ്സേജ് ചേട്ടാ ഇത് പോകുന്നത് വേറെ ലെവലാണല്ലോ എന്നിട്ട് അങ്ങോട്ട് മെസ്സേജപ്പോ പുള്ളി പറയാണ് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു വ്യക്തി കേട്ടോ ജിതിനും ജിഷ്ണു, അവർ രണ്ടുപേരും. നമ്മളിപ്പോ ഇങ്ങനെ ഒരു പടം ഈ അവരുടെ നമ്മളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ നമ്മളോടുള്ള സൗഹൃദം കണ്ടു കഴിഞ്ഞാൽ ഇവന്മാരുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഔട്ട് തരത്തക്ക രീതിയിലുള്ള ഒരു അതൊന്നും അല്ല, ഒരു ഭയങ്കര ചില്ലായിട്ടുള്ള ടീമുകളാ. ഭയങ്കര ചില്ലാണ്. നമുക്കൊരിക്കലും ചിരിച്ചുകൊണ്ട് കളിച്ചുകൊണ്ട് ഭയങ്കര തമാശ പറഞ്ഞ് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ഞങ്ങൾക്കൊരു പ്രത്യേകിച്ച് ഗ്രൂപ്പ് തന്നെ ഉണ്ട്, പേര് അവിടെ പറയാം, ഗ്രൂപ്പിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ. പേര് കേട്ടാ വിചാരിക്കും ഇവന്മാരുടെ ഗ്രൂപ്പാണോ ഇതൊന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ള ടീമുകളാ. പക്ഷെ വരുന്ന ഔട്ട്പുട്ടൊക്കെ ഇവർ കൊടുക്കുന്നത് എന്റെ മോനെ അത്രയും ടാലന്റ് ആട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും വളരെ സന്തോഷം റേഡിയോ മലയാളത്തിലേക്ക് എത്തിയതിന് സന്തോഷം. സൂരജിനെ പ്രത്യേകം സന്തോഷിക്കേണ്ട ആവശ്യമില്ല, എല്ലാ ദിവസവും റേഡിയോ മലയാളത്തിൽ വരുന്നതാണ്. പക്ഷെ എന്നാൽ പോലും ഇപ്പോ നമ്മളൊരു നടനെന്ന രീതിയിൽ അതൊരു വലിയ ഒരു ചാൻസ് കൂടി. അതായത് ഞാൻ എപ്പോഴൊക്കെയോ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. മീൻസ് നമ്മൾ ഒരുപാട് താരങ്ങളെ ഇന്റർവ്യൂ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഒരിക്കല് അതുപോലൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കാൻ, എന്നിട്ടും ലേറ്റായി, അതിന് വരെ ലേറ്റായി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ലൈഫിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ആഗ്രഹത്തിലേക്ക് ചെറിയ രീതിയിൽ ഇതിപ്പം സംഭവിക്കുന്നത്, ഞാനിപ്പോ ആദ്യത്തെ സിനിമയല്ല ഇതുപോലെ ചെറിയൊരു ഇത് ചെയ്യുന്നത്. പക്ഷെ ഇതിൽ സംഭവിക്കുന്നത് ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയപ്പോഴാണ് അത് വലിയൊരു കാര്യം. മമ്മൂക്കയെ പോലൊരു സൂപ്പർ താരത്തിന്റെ ഒരു ബ്ലോക്ക് ബസ്റ്ററിൽ ഒന്ന് തലകാണിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു റെക്കഗ്നീഷൻ കിട്ടുന്ന ലെവലിലേക്ക് ഒരുപാട് പേര് ഫോട്ടോ എടുത്ത് അയച്ചോട്ടെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് എല്ലാവരോടും അങ്ങനെ നമ്മളോടൊരു താല്പര്യം ഉള്ളതുകൊണ്ടായിരിക്കും ഇതിവനല്ലേ എന്നുള്ള രീതിയിൽ ഫോട്ടോ എടുത്ത് അയക്കുകയൊക്കെ ചെയ്യുന്നത്.
സന്തോഷം. അങ്ങനെ ഒരുപാട് പേരെ സൗഹൃദത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ കഴിഞ്ഞ കാലയളവിൽ സാധിച്ചു എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു സമ്പാദ്യം. അതിന് താങ്ക്സ് കേട്ടോ. താങ്ക് യു ജിബിൻ, ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി തന്നത്. നാളെ എന്നെ അവമാനിക്കുക, ഇന്നേ ഇവനൊക്കെ സംസാരിക്കുന്നു, നാളെ പുള്ള അവമാനായിരിക്കും. ഇത് ഈ ഒരു വൈബാണ് ഞാൻ പറഞ്ഞ ജിതിനും ജിഷ്ണുവും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നുകൂടിയുണ്ട് ഇവിടെ, അവളില്ലാത്തവരെ തന്നെ അവർക്കൊന്നും ഒരു കാലത്ത് തന്നെ അംഗീകരിച്ചിട്ട് സംസാരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ജനിതകമായിട്ടുള്ളൊരു ഇതാണ്. അയ്യോ, ഓക്കെ ബ്രോ, വളരെയധികം സന്തോഷം. ഇനി ഒരുപാട് സിനിമകളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഈ ഒരു നാച്ചുറൽ അഭിനയം അങ്ങനെ കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ആൻഡ് സൂരജിന് ഇപ്പോ നല്ല അവസരങ്ങൾ വരും. സൂരജ് ഇപ്പൊ ഷാരൂഖ് ഖാനാണ്. ഇനിയിപ്പോ വീണ്ടും പഴയ മോഹൻലാൽ മമ്മൂട്ടി ലെവലിലേക്ക് ഒരു വർഷത്തില് 35 സിനിമയ്ക്കുള്ള ലെവലിലേക്ക് എത്താൻ. പക്ഷെ അന്നും ഈ ജോലി ഇവിടെ ബാക്കപ്പ് ആയിട്ട് കൊടുത്തേക്കണേ. നല്ല തിരക്കായിരിക്കും, പുള്ളിക്ക് അന്ന് അനുവദിക്കണം. കേൾക്കുന്നുണ്ടോ? അതിലെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക്സ് ലോട്ട്. റേഡിയോ മലയാളം 98.6 നമ്മളുടെ കൂടെ ജിബിൻ ഗോപിനാഥ് ആൻഡ് RJ സൂരജ് കളങ്കാവൽ മൂവിന്റെ വിശേഷങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമ്മളുടെ കുട്ടി മലയാളം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ബാക്കി അതിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. ജിബിനാണ് കൂടെ ഉണ്ടായിരുന്നത്.